നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വീണ്ടും വാർത്തകളിൽ നിറഞ്ഞ ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ചെറുവള്ളി എസ്റ്റേറ്റിൽ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA. നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. ശബരിമലയ്ക്ക് ഇനി രാജ്യാന്തര മുഖച്ഛായ. ഏകീകൃത ബ്രാൻഡിങ്ങും പുതിയ കളർ സ്കീമും. ശബരിമല വിഷൻ പ്ലാൻ 2026 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹ ദർശന ദിനാഘോഷം നാളെ. പുലർച്ചെ തുടങ്ങുന്ന ചടങ്ങുകൾക്ക് ശേഷം വിശേഷാൽ ദീപാരാധനയും. വാർത്തകൾ വിശദമായി. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി. ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുള്ള സ്വകാര്യ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനാൽ ഒട്ടേറെ ആളുകൾ പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകിയതായി പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ച ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച സർക്കാർ വിജ്ഞാപനം കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പാലാ സബ് കോടതി സംസ്ഥാന സർക്കാരിനെതിരായി വിധി പുറപ്പെടുവിച്ചിരുന്നു. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം പദ്ധതിയെ ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കാഞ്ഞിരപ്പള്ളി MLA ആയ പ്രൊഫസർ റോണി കെ ബേബി ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. നിരവധി പഠനങ്ങളിൽ വിമാനത്താവളത്തിന് അനുയോജ്യമായ സ്ഥലമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എങ്കിലും രണ്ട് കാര്യങ്ങളിൽ മുൻ സർക്കാർ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെന്ന് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നു. കൃത്യമായ മാനദണ്ഡമില്ലാതെയാണ് സാമൂഹികാഘാത പഠനം നടത്തിയതെന്നും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പാലാ സബ് കോടതിയിൽ വേണ്ട വിധം വാദിക്കാനും സർക്കാരിനായില്ലെന്നും പ്രൊഫസർ റോണി കെ ബേബി പറയുന്നു. രണ്ട് പ്രധാനപ്പെട്ട പാളിച്ചകൾ അവിടെ ഉണ്ടായി. ഒന്നാമത്തെ എന്ന് പറയുന്നത് സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമല്ല അത് നടത്തിയത്. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി, സാമൂഹ്യ ആഘാത പഠനം, അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ നിയമപ്രശ്നം. രണ്ട് എന്ന് പറയുന്നത് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് പാലാ സബ് കോടതിയിലുണ്ടായിരുന്ന കേസിൽ സർക്കാരിന് അവകാശമില്ല എന്നൊരു വിധിയാണ് പാലാ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് കേസ് വാദിക്കേണ്ട രീതിയിലല്ല സർക്കാർ ആ വിഷയത്തിൽ കേസ് വാദിച്ചത് എന്നാണ്. എന്തോ വല്ലാത്തൊരു വ്യഗ്രത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ആ കേസിൽ നമ്മൾ പരാജയപ്പെട്ടു. അതിപ്പോൾ നിലവിൽ കേരള ഹൈക്കോടതിയുടെ മുമ്പിലാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങൾ. കൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുള്ള സ്വകാര്യ ഭൂമി വിജ്ഞാപനം ചെയ്തതിനാൽ ഒട്ടേറെ പേർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. ഇതിനകത്തുള്ള മറ്റൊരു ഗുരുതരമായ വിഷയമുണ്ട്. 2300ഓളം ഏക്കർ ചെറുവള്ളി തോട്ടത്തിൽ വിമാനത്താവളത്തിന് ലഭ്യമാണെങ്കിലും കഴിഞ്ഞ സർക്കാർ അതിന് പുറത്തുള്ള ഏകദേശം 300ഓളം ഏക്കർ കൂടി അവിടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വഴി ഏറ്റെടുക്കുകയുണ്ടായി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ആ വസ്തു വിൽക്കുവാനോ പണയപ്പെടുത്തുവാനോ ഒന്നും സാധിക്കുന്നില്ല. ഏറ്റവും ദുഃഖകരമായൊരു കാര്യമെന്ന് പറയുന്നത് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഭൂമിയിൽ തന്നെ ഒരാൾക്ക് ജപ്തി നോട്ടീസ് കിട്ടി. അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ആ സ്ത്രീ ഒരു രോഗിയാണ്, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, വലിയ പ്രതിസന്ധിയിലാണ്. അവരെ ആ വീട്ടിൽ നിന്നും സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കേരള ബാങ്ക് പുറത്തിറക്കി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ജപ്തി ചെയ്ത് അവരിപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ വിമാനത്താവളം നിലനിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ MLA-മാരുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും പ്രൊഫസർ റോണി കെ ബേബി ഉറപ്പു നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ശക്തമായ നിലപാടും നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. കേരളവും തമിഴ്നാടുമായുള്ള പ്രശ്നങ്ങൾ ഇരു മുഖ്യമന്ത്രിമാരുടെയും ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുമെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിൽ രണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രിമാർ സഹകരിച്ചുകൊണ്ട് രണ്ട് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അത് കർണാടകവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയുമായി അന്തർ സംസ്ഥാന നദീജല കരാറുകളും നമ്മുടെ ഡാമുകളും ജലവിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരഭിപ്രായ സമന്വയത്തോടെ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു ശ്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രായോഗികമായി നമുക്ക് ചെയ്യാവുന്നത്. കോതനല്ലൂരിൽ മന്ത്രിക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോൺ മത്തായി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ മേച്ചേരി, MU അഗസ്തി എന്നിവർ മന്ത്രിയെ പൊന്നാട അണിയിച്ചു ആദരിച്ചു. മന്ത്രിക്ക് ഉപഹാരവും നൽകി. യോഗത്തിൽ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കലിങ്ങാലി, സംഘാടക നേതാക്കളായ PG തോമസ്, ടോം ജോസഫ്, ഫിലോമിന ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയ്ക്ക് ഇനി രാജ്യാന്തര മുഖഛായ. ഏകീകൃത ബ്രാൻഡിങ്ങും പുതിയ കളർ സ്കീമും നിലവിൽ വരും. അനൗൺസ്മെന്റുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നു. ശബരിമല വിഷൻ പ്ലാൻ 2026 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലോകോത്തര തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശബരിമലയെ കൂടുതൽ ആകർഷണവും പ്രൊഫഷണൽ നിലവാരത്തിലും എത്തിക്കാൻ വൻ പരിഷ്കരണ പദ്ധതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. മണ്ഡലകാലം മുതൽ ഏകീകൃത ബോർഡിംഗ്, പുതിയ കളർ സ്കീം, പ്രൊഫഷണൽ ലൈറ്റിംഗ്, നിയന്ത്രിത അനൗൺസ്മെന്റുകൾ തുടങ്ങി നിരവധി മാറ്റങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. ശബരിമലയുടെ ദൃശ്യഭംഗിയും തീർത്ഥാടകർക്ക് ലഭിക്കുന്ന അനുഭവവും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ദേവസ്വം കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ രീതിയിലുള്ള കളർ സ്കീം നടപ്പാക്കും. ഇതിലൂടെ ശബരിമലയ്ക്ക് ഏകീകൃതവും ആധുനികവുമായ ദൃശ്യപരിചയം നൽകാനാണ് ശ്രമം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും നിർമ്മിക്കുന്ന ഹോട്ടലുകൾ, കടകൾ, കിയോസ്കുകൾ എന്നിവയ്ക്കും നിശ്ചിത മാതൃക, നിറം, അക്ഷരശൈലി എന്നിവ നിർബന്ധമാക്കും. അനുമതിയില്ലാത്ത പരസ്യ ബോർഡുകളും ബാനറുകളും സന്നിധാനത്തും പമ്പയിലും അനുവദിക്കില്ല. ഭക്തർക്കായി സ്ഥാപിക്കുന്ന വിവരഫലകങ്ങളും ഏകീകൃത ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഒരുക്കുക. പ്രത്യേക സമിതിയുടെ അംഗീകാരത്തിന് ശേഷമേ ഇവ സ്ഥാപിക്കാൻ അനുമതി ലഭിക്കൂ. സന്നിധാനത്തിലെ നിലവാരമില്ലാത്ത താൽക്കാലിക ലൈറ്റിംഗ് സംവിധാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആധുനികവും പ്രൊഫഷണൽ നിലവാരമുള്ളതുമായ ലൈറ്റിംഗ് സംവിധാനം ഒരുക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം നാളെ നടക്കും. 66ാമത് വിഗ്രഹ ദർശന ദിനാഘോഷമാണ് നടക്കുന്നത്. പാലായ്ക്ക് സമീപം മീനച്ചിലാറിന്റെ തീരത്താണ് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സർപ്പരാജാവായ വാസുകിയുടെ പണത്തിന് കീഴെയിരിക്കുന്ന പരമശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ഭഗവാനെ ലിംഗരൂപത്തിലല്ല, മറിച്ച് മനുഷ്യരൂപത്തിലുള്ള സ്വരൂപ വിഗ്രഹമായാണ് ആരാധിക്കുന്നത്. ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം നാളെ നടക്കും. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, ധാരാനാമജപം, മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകൾക്ക് തന്ത്രി പറമ്പൂരിലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രേംകുമാർ എസ് പോറ്റി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. നാളെ പുലർച്ചെ 4:30 പള്ളിയുണ്ടത്തോടെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് തുടക്കമാകും. 9:30 സ്വാമി വീരസംഗീതാനന്ദ മഹാരാജ് ഭദ്രദീപം തെളിയിക്കുന്നതോടെ മഹാപ്രസാദകൂട്ടിന് തുടക്കമാകും. പ്രസാദ വിതരണത്തിന് പാലാ DYSP KP സദൻ തുടക്കം കുറിക്കും. 2:30 വിശേഷാൽ ദീപാരാധന. വിഗ്രഹ ദർശന ദിനാഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ അറിയിച്ചു. 66ാമത് വിഗ്രഹ ദർശന വാർഷിക ദിനമായ ജൂലൈ 14 പുലർച്ചെ 4:30 പള്ളിയോണത്തിലൂടെ ശിവൻ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് തുടക്കമാവുകയാണ്. തുടർന്ന് 6 മുതൽ ധാരനാമ ജപം, 9:30 സ്വാമി വീരസംഗാനന്ദ മഹാരാജ ഭദ്രദീപം തെളിയിക്കുന്നതോടെ മഹാപ്രസാദത്തിന് തുടക്കമാകും. പ്രസാദ വിതരണത്തിന് പാലാ DYSP PK സദൻ അവർ തുടക്കം കുറിക്കുന്നു. 2:30 വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം 2:45 പാഞ്ചാരി മേള അരങ്ങേറ്റം, ശിവാനന്ദ ലഹരി, സ്തോത്രപാരായണം, കൈകുട്ടിക്കളി, കുച്ചിപ്പുടി, വീരനാട്യം, 8 മണിക്ക് ട്യൂഷൻ തരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, പാലാ. ചിറക്കടവ് പബ്ലിക് ലൈബ്രറിക്ക് പുസ്തകങ്ങൾ കൈമാറി മണ്ണംപ്ലാവ് സ്വദേശി ശ്രീധരൻ പിള്ള. 1000-ൽ പരം പുസ്തകങ്ങളാണ് ഇദ്ദേഹം കൈമാറിയത്. തന്റെ ആക്രിക്കടകളിൽ വരുന്ന പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറി അറിവിന്റെ വെളിച്ചമായി മാറി. മണ്ണംപ്ലാവ് കത്തിലാങ്കൽപ്പടി താന്നിപ്പാറ വീട്ടിൽ ശ്രീധരൻ പിള്ള TG. കത്തിലാങ്കൽപ്പടിയിലുള്ള ഇദ്ദേഹത്തിന്റെ ആക്രിക്കടയിലെത്തിയ പുസ്തകങ്ങളാണ് ശ്രീധരൻ പിള്ള ചിറക്കടവ് പബ്ലിക് ലൈബ്രറിക്ക് നൽകിയത്. 1000-ൽ പരം പുസ്തകങ്ങൾ ഇദ്ദേഹം ലൈബ്രറിക്ക് നൽകി. O ചന്തുമേനോന്റെ ഇന്ദുലേഖ, തകഴിയുടെ കയർ, MDയുടെ 2ാം മൂഴം, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ തുടങ്ങിയ പുസ്തകങ്ങൾ ഈ ശേഖരത്തിൽപ്പെടും. ചിറക്കടവ് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി K ബേബി ലൈബ്രറിക്കായി പുസ്തകങ്ങൾ ശ്രീധരൻപിള്ളയിൽ നിന്നും ഏറ്റുവാങ്ങി. ഏവർക്കും മാതൃകയാക്കേണ്ട കാര്യമാണിതെന്നും അദ്ദേഹത്തിന്റെ സന്മനസ്സിന് നന്ദി പറയുന്നതായും പ്രൊഫസർ റോണി K ബേബി പറഞ്ഞു. അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണിത്. കാരണം നമുക്ക് ഉപേക്ഷിക്കപ്പെട്ട ആക്രികളായി കിട്ടിയ ആ ശേഖരത്തിൽ നിന്നും വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ പുസ്തകങ്ങൾ അത് ഒരു ഗ്രന്ഥശാലയ്ക്ക് കൈമാറാൻ വേണ്ടി എടുത്ത ആ ഒരു നല്ല സന്മനസ് അത് നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇങ്ങനെ ശേഖരിച്ച പുസ്തകങ്ങൾ ഇങ്ങനെ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തത്.
ആ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രിയപ്പെട്ട ചേട്ടനെ അഭിനന്ദിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രൻ, ലൈബ്രറി പ്രസിഡന്റ് ശ്രീജ അജിത്, സെക്രട്ടറി രാജേഷ് കുമാർ, ലഹരി വിരുദ്ധ കോർഡിനേറ്റർ ജോർജ് തോമസ്, ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീണ്ടും വാർത്തകളിൽ നിറഞ്ഞ് ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ചെറുവള്ളി എസ്റ്റേറ്റിൽ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA. നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. ശബരിമലയ്ക്ക് ഇനി രാജ്യാന്തര മുഖച്ഛായ. ഏകീകൃത ബ്രാൻഡിങ്ങും പുതിയ കളർ സ്കീമും. ശബരിമല വിഷൻ പ്ലാൻ 2026 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹ ദർശന ദിനാഘോഷം നാളെ. പുലർച്ചെ തുടങ്ങുന്ന ചടങ്ങുകൾക്ക് ശേഷം വിശേഷാൽ ദീപാരാധനയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.